അപ്പോൾ കോഴിക്കോട് സൗത്തിൽ കോൺഗ്രസ്സിന് കാൻഡിഡേറ്റ് ഇല്ല, കൈപ്പത്തി അടയാളത്തിന് കാൻഡിഡേറ്റ് ഇല്ല, കമ്മ്യൂണിസ്റ്റിന് അരിവാൾ ചുറ്റിക നക്ഷത്രം കാൻഡിഡേറ്റ് ഇല്ല, ബി ജെ പിക്ക് മാത്രമേ നമ്മുടെ വലിയ പാർട്ടികളിൽ ഒരു കാൻഡിഡേറ്റ് ഉള്ളൂ, അത് ടി റനീഷ്. കോഴിക്കോട് സൗത്തിൽ 4 പേര് മത്സരിക്കുന്നതിൽ 3 പേരും മുസ്ലിങ്ങൾ. LDFിൻ്റെ കാൻഡിഡേറ്റ് മുസ്ലിം, UDFിൻ്റെ കാൻഡിഡേറ്റ് മുസ്ലിം, പിന്നെ ഒരു പേരിനൊരു കാൻഡിഡേറ്റ് മുസ്ലിം. 56%, ശരിക്കും പറഞ്ഞാൽ 60% ഹിന്ദുക്കളുള്ള കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ എങ്ങനെയാണ് ഈ വലിയ മെയിൻ സ്ട്രീം പാർട്ടീസും എല്ലാവരും കൂടി മുസ്ലിങ്ങളെ തന്നെ, എന്തിനാണ് മുസ്ലിങ്ങളെ തന്നെ അവരുടെ കാൻഡിഡേറ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്? കഴിഞ്ഞ ഇലക്ഷനിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ ഇലക്ഷനിൽ INL, LDFിൻ്റെ കൂടെ നിൽക്കുന്ന INL, ഇന്ത്യൻ നാഷണൽ ലീഗ്, അവരുടെ കാൻഡിഡേറ്റാണ് ജയിച്ചത്. ആ ജയിച്ച കാൻഡിഡേറ്റിന് 52,000 വോട്ട്, 52,000. തോറ്റത് UDFിൻ്റെ കാൻഡിഡേറ്റ്, അത് IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ INLും IUMLും രണ്ടും സെക്യുലർ പാർട്ടിയല്ല, രണ്ടും സ്യൂഡോ സെക്യുലർ മുസ്ലിം പാർട്ടീസ്. മുസ്ലിം എന്ന് പേരുള്ളവരും മുസ്ലിം കാൻഡിഡേറ്റിനെ മാത്രം നിർത്തുന്നവരും. ആ തോറ്റ കക്ഷിക്ക് കിട്ടി 40,000 വോട്ട്. പിന്നെ BJP കാൻഡിഡേറ്റിന് കിട്ടി 24,000 ചില്ലാനും വോട്ട്. ഹിന്ദുക്കളാണെന്ന് പോലും ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ, 1,50,000 ആളുകൾ വോട്ടേഴ്സുള്ള ഈ ഏരിയയിൽ ഏകദേശം 80,000 to 90,000 ആളുകൾ ഹിന്ദുക്കളാണ്. അങ്ങനെ ഒരു ഏരിയയിൽ 2 മുസ്ലിം കാൻഡിഡേറ്റ്, രണ്ടും മുസ്ലിം മൈനോറിറ്റി സ്യൂഡോ സെക്യുലർ പാർട്ടിയിൽ നിന്നുള്ളവർ, 2 പേർക്കും കൂടെ 90,000 വോട്ട് കിട്ടി. അത് LDFും UDFിൻ്റെയും കാൻഡിഡേറ്റ് നിന്നുകൊണ്ട്. അപ്പോൾ ഒരുപാട് ഹിന്ദുക്കളുടെ വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഹിന്ദുക്കളുടെ വോട്ട് അധികം കിട്ടിയ കാൻഡിഡേറ്റ് ജയിച്ച് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആണോ? ഈ ജയിച്ച 2 കാൻഡിഡേറ്റും, അല്ല ജയിച്ച ആ കാൻഡിഡേറ്റും ആ 2ാം സ്ഥാനത്ത് വന്ന കാൻഡിഡേറ്റും, 2 പേരെ നമ്മൾ നോക്കിയാലും 2 പേർക്കും തമ്മിലാകെ 12,000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. 2 പേരും ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ്. അപ്പോൾ എങ്ങനെ വന്നാലും മുസ്ലിംസിന് കോഴിക്കോട് സൗത്ത് MLA ഉറപ്പായി. എങ്ങനെയുണ്ട്? പിന്നെ ഈ 2 പാർട്ടികൾക്കും അവർക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ തോന്നൽ എന്താ വെച്ചാൽ മുസ്ലിങ്ങളെ നിർത്തിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. കാരണം മുസ്ലിങ്ങൾ ലംസമായിട്ട് മൊത്തത്തിൽ ഒരു ഗ്രൂപ്പിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരാൾ ഹിന്ദു കാൻഡിഡേറ്റിന് ഒരാൾ മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ മുസ്ലിം കാൻഡിഡേറ്റ് ജയിക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ നിർത്തിയത്. ഇതാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ. ഇത് ഇനിയും നടക്കും ഈ പ്രാവശ്യവും. കാരണം ഈ പ്രാവശ്യവും INLൻ്റെ കാൻഡിഡേറ്റ് ഉണ്ട്, IUMLൻ്റെ കാൻഡിഡേറ്റ് ഉണ്ട്, BJPയുടെ കാൻഡിഡേറ്റ് ഉണ്ട്. ഈ സെക്യുലർ പാർട്ടി എന്ന് പറയുന്നത് CPMൻ്റെയും സെക്യുലർ പാർട്ടിയാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെയും കാൻഡിഡേറ്റ് കോഴിക്കോട് സൗത്തിൽ ഇല്ല. BJP സെക്യുലർ പാർട്ടിയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിജീൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്യുലർ പാർട്ടി മുസ്ലിം ലീഗും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ രാഷ്ട്രീയം വർഗീയതയല്ല. ഹിന്ദുക്കൾ ഇത് ചെയ്താൽ അത് വർഗീയത, മുസ്ലിങ്ങൾ ചെയ്താൽ
അത് വർഗീയതയല്ല. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ അകത്തുള്ള വർഗീയത. മുസ്ലിങ്ങൾ ലംസമായിട്ട് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് രണ്ട് പാർട്ടിക്കാർ രണ്ട് മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തുന്നു. അതിലേതെങ്കിലും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ജയിക്കും. അത് രണ്ടും മെയിൻ സ്ട്രീം പാർട്ടിയിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് അല്ല, സ്യൂഡോ സെക്യുലർ പാർട്ടിയിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ്. അവരിലെ ഒരാൾ എന്തായാലും ജയിക്കും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഈ രണ്ട് പേരും ഈ കാൻഡിഡേറ്റ്സ് നിർത്തുന്നത്. മുസ്ലിംസിൻ്റെ മനസ്സിലെന്താണ്? ആര് ജയിച്ചാലും മുസ്ലിമേ ജയിക്കുള്ളൂ. അപ്പോൾ അവർക്ക് ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. ഏത് കാൻഡിഡേറ്റിനെ അവർ വോട്ട് ചെയ്താലും. പക്ഷെ ബി ജെ പിക്ക് ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ പാടില്ല. ബി ജെ പിക്ക് ഹിന്ദുക്കൾ വോട്ട് ചെയ്താൽ വർഗീയതയാണ്. അവർ എൽ ഡി എഫിന് വോട്ട് ചെയ്താലും വർഗീയതയല്ല, കാരണം മുസ്ലിം കാൻഡിഡേറ്റ് അല്ലേ. യു ഡി എഫിന് വോട്ട് ചെയ്താലും വർഗീയതയല്ല, കാരണം മുസ്ലിം കാൻഡിഡേറ്റ് അല്ലേ. ഹിന്ദുക്കൾ വോട്ട് ചെയ്താൽ മുസ്ലിങ്ങൾക്ക് രണ്ട് കാൻഡിഡേറ്റിനും വോട്ട് ചെയ്യാം, അതിന് വർഗീയത ഇല്ലല്ലോ. അവർ എൽ ഡി എഫിനും യു ഡി എഫിനും അല്ലേ വോട്ട് ചെയ്യുന്നത്, അവർ ബി ജെ പിക്ക് അല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. പക്ഷെ അവർ വോട്ട് ചെയ്യുന്നത് രണ്ടും IUML INL എന്ന് പറയുന്ന സ്യൂഡോ സെക്യുലർ മൈനോറിറ്റി മുസ്ലിം ഫോക്കസ്ഡ് മുസ്ലിം പാർട്ടികൾക്ക്, മുസ്ലിം കാൻഡിഡേറ്റിന് മാത്രമാണ്. അങ്ങനെ അവർ വോട്ട് ചെയ്താലും അവരുടെ വർഗീയത മറഞ്ഞിരിക്കും. LDF മറയ്ക്കും, UDF മറയ്ക്കും അവരുടെ ആ വർഗീയ നഗ്നതയെ. പക്ഷെ ഒരു ഹിന്ദു ചെന്ന് BJP വോട്ട് ചെയ്താൽ അത് വർഗീയതയാണ്. ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു ഏരിയയിൽ LDFനും UDFനും ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെ അവരുടെ ചിഹ്നത്തിൽ തന്നെ നിർത്താൻ, കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ കൈപ്പത്തിയിൽ നിർത്താൻ, കമ്മ്യൂണിസ്റ്റിൻ്റെ ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിർത്താൻ ധൈര്യമില്ല. ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? മുസ്ലിങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. മുസ്ലിങ്ങളുടെ കാൻഡിഡേറ്റ് ആയിരിക്കും ജയിക്കുക, മുസ്ലിം MLA ആയിരിക്കും വരിക. ഹിന്ദുക്കൾ ഹിന്ദു കാൻഡിഡേറ്റിനെ നോക്കി വോട്ട് ചെയ്താൽ അത് വർഗീയത. പക്ഷെ മുസ്ലിങ്ങൾ രണ്ട് കാൻഡിഡേറ്റ് മുസ്ലിങ്ങളുടെ നിർത്തിയാൽ അത് വർഗീയതയല്ല. രണ്ട് മുന്നണിയിലും മുസ്ലിങ്ങളുടെ കാൻഡിഡേറ്റിനെ നിർത്തിയാൽ അത് വർഗീയതയല്ല. മുസ്ലിങ്ങൾ പോയി മുഴുവനായിട്ടും ഒരു പ്രത്യേക മുസ്ലിമിന് വോട്ട് ചെയ്തിട്ട് അവനെ ജയിപ്പിച്ചാൽ ഒരു പ്രത്യേക മുന്നണിയിലെ, അതും വർഗീയതയല്ല, കാരണം ഹിന്ദുസ് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താ ഇത്? ഇതിനെയാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെയ്യാണ്. ഞങ്ങളെല്ലാവരും ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നവർ തീരുമാനിച്ചാൽ ഈ പരിപാടി പിന്നെ നടക്കുമോ? ഈ 60% വരുന്ന ഈ ആളുകൾ എല്ലാവരും കൂടെ പോയിട്ട് ഒരു ഹിന്ദു കാൻഡിഡേറ്റ് വോട്ട് ചെയ്താൽ പിന്നെ ജന്മത്തിൽ UDF ആയാലും LDF ആയാലും ഈ സ്യൂഡോ സെക്യുലർ മൈനോറിറ്റി പാർട്ടീസിൽ നിന്നുള്ള മുസ്ലിം പാർട്ടീസിൽ നിന്നുള്ള മുസ്ലിം രണ്ട് കാൻഡിഡേറ്റിനെ നിർത്തൂല. അപ്പോൾ ആരുടെ കയ്യിലാണ് ഇതിൻ്റെ പവറുള്ളത്? നിങ്ങളുടെയും എൻ്റെയും കയ്യിലാണ് ഇതിൻ്റെ പവറുള്ളത്. അവർ നമ്മളോട് പറയും നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്ത വർഗീയതയാവും. അവർ കാണിക്കുന്ന അവരുടെ വർഗീയത നമ്മൾ കാണാൻ ഒട്ടും പാടില്ല. അതുകൊണ്ട് അവരുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം എല്ലാവരും, എല്ലാ ഹിന്ദുക്കളും എല്ലാ ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച്, ഇനി ഏതെങ്കിലും ഭാരതീയ മുസ്ലിംസ് ഉണ്ടെങ്കിൽ അവരും, ഭാരതീയതയെ സ്നേഹിക്കുന്ന ഡെവലപ്മെൻറ്റിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും റനീഷിന് തന്നെ പോയി വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്താൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളി ഉണ്ടല്ലോ, ഈ രണ്ട് LDFൻ്റെയും UDFൻ്റെയും, ഇതിലൂടെ ഒരു മൈനോറിറ്റിയിലെ താണ ലെവലുള്ള പാർട്ടീസാണ് ഈ IUMLും INLും. ഇതൊക്കെ വലിയ ലെവലിലേക്ക് കയറി വരാനുള്ള സാധ്യത കിട്ടുന്നത് തന്നെ എങ്ങനെയാണ്? അത് മാത്രമല്ല, മുസ്ലിം കാൻഡിഡേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കോഴിക്കോട് എന്ന് പറയുന്ന നാട്ടിൽ 56% 60% ഹിന്ദുക്കളാണ്. അവരെ ഭരിക്കുന്നത് ഒരു മുസ്ലിം ആയിരിക്കും. മുസ്ലിംസ് മൈനോറിറ്റിയാണ്. അപ്പോൾ മൈനോറിറ്റീസിൻ്റെ റൈറ്റും മുസ്ലിംസിന് കിട്ടും. ഓക്കെ, പിന്നെ ഭരണവും അവർക്ക് കിട്ടും. അതുമാത്രമല്ല, ഭരിക്കുന്ന കക്ഷികളുടെ രണ്ട് കാൻഡിഡേറ്റും അവർക്ക് കിട്ടും. ഇത് എവിടുത്തെ നീതിയാണോ? ഇതെന്ത് ന്യായമാണത്?
ഇനി അത് മാത്രമല്ല, ഈ മുസ്ലിം MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവൻ മുസ്ലിം പാവപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കും. ഞാൻ കേട്ടിരുന്നു, ഒരു സ്കൂളിൽ 2 കുട്ടികൾ അടുത്തടുത്തിരിക്കുക, ഒരു കുട്ടി മുസ്ലിം, ഒരു കുട്ടി ഹിന്ദു, 2 പേരും സാമ്പത്തികമായിട്ട് പിന്നോക്കം, ഒരേ സ്കൂളിൽ പഠിക്കുന്നു. മുസ്ലിം കുട്ടിക്ക് ഗവൺമെൻറ് 500 രൂപ 1000 രൂപ കൊടുക്കുന്നു, ഹിന്ദു കുട്ടിക്ക് ഒന്നും കിട്ടുന്നില്ല. എന്താ കാരണം? അവൻ മൈനോറിറ്റിയാണ് എന്ന് മാത്രമല്ല, അവൻ്റെ MLA ആണ് MLA, അപ്പോൾ അവൻ സപ്പോർട്ട് ചെയ്യില്ലേ? അങ്ങനെയാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ പ്രത്യേകമായ പ്രീണനങ്ങൾ, വെൽഫെയറുകൾ ചില കമ്മ്യൂണിറ്റീസ് നേടിയെടുക്കുന്നു. അതിനൊക്കെ ഉത്തരവാദികൾ വാസ്തവത്തിൽ അവരല്ല, ഹിന്ദുക്കളായ നമ്മളാണ്, ക്രിസ്ത്യാനികളായ നമ്മളാണ്. അവർ മുസ്ലിം നോക്കി വോട്ട് കുത്തിയാൽ അത് വർഗീയതല്ല, നമ്മൾ ഹിന്ദു നോക്കി വോട്ട് കുത്തിയാൽ അത് വർഗീയതയാണ്. അവർ മുസ്ലിം നോക്കി 2 മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ, മുസ്ലിം വോട്ടിന് വേണ്ടി മാത്രമായിട്ട് 2 പ്രധാനപ്പെട്ട പാർട്ടിയിലെ, എന്നാലും അത് വർഗീയതയല്ല. ഇനി 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ കാൻഡിഡേറ്റുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ 2 പ്രധാനപ്പെട്ട മുന്നണികൾ 2 INL IUML പോലുള്ള തുക്കട പാർട്ടികളുടെ നേതാക്കന്മാരെ നിർത്തിയാലും, അത് മുസ്ലിം നേതാക്കന്മാരെ നിർത്തിയാലും അതും വർഗീയതയല്ല. ഇനി അതുമല്ല, അങ്ങനെയുള്ള ഈ തുക്കട ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ കുറേ ഹിന്ദുക്കളും ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് 50,000 40,000 എന്നൊക്കെ പറയുന്ന പോലെ 90,000 വോട്ട് കിട്ടൂലല്ലോ. LDF നോക്കി UDF നോക്കിയാണ് നമ്മൾ വോട്ട് ചെയ്യുക. പക്ഷേ ഈ വോട്ട് പോകുന്നത് LDFനും UDFനും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒന്നുമല്ല. ഈ നിൽക്കുന്നവൻ കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, കോൺഗ്രസ്സുകാരനുമല്ല, കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും അടയാളത്തിൽ പോലും അല്ല അവൻ നിൽക്കുന്നത്. ഈ നിൽക്കുന്നവൻ INL ആണ്, ഈ നിൽക്കുന്നവൻ IUML ആണ്, ഈ നിൽക്കുന്നവൻ ഒരു മുസ്ലിം പാർട്ടിയാണ്. മുസ്ലിം രാഷ്ട്രം നമ്മളിവിടെ കൊണ്ടുവരണം എന്ന അവസാനത്തെ ആശയത്തിലേക്ക് ഇവരെല്ലാവരും കൂടെ ഒത്തുചേരും. അതിനു വേണ്ടി പോയിട്ട് നമ്മളെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വോട്ട് ചെയ്താലും അത് വർഗീയതയല്ല. നമ്മളെത്ര നല്ലവരെ, നമ്മളവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഈ മുസ്ലിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഈ 2 കാൻഡിഡേറ്റിന് മാത്രമായിരിക്കും വോട്ട് ചെയ്യുന്നത്, എന്നാലും അത് വർഗീയതയല്ല. പക്ഷേ ഹിന്ദുക്കൾ ഒരു ഹിന്ദു കാൻഡിഡേറ്റിന്, അത് IUML നിർത്തിയാലും ശരി, IUML നിർത്തൂലല്ലോ, INL നിർത്തിയാലും ശരി, INL നിർത്തൂലല്ലോ, കോൺഗ്രസ് നിർത്തിയാലും ശരി, കമ്മ്യൂണിസ്റ്റ് നിർത്തിയാലും ശരി, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിർത്തുമോ? ഇല്ലല്ലോ. BJP നിർത്തിയാലും ശരി, BJPയെ നിർത്തുള്ളൂ അല്ലേ? അവർക്ക് പോയി നമ്മൾ വോട്ട് ചെയ്താൽ അത് വർഗീയത. വർഗീയതയുടെ ഈ തെറ്റായ വ്യാഖ്യാനത്തെയും പ്രീണന രാഷ്ട്രീയത്തെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും പിന്തുണയ്ക്കുന്ന ഈ കപടതയും ഇനി മറച്ചു വയ്ക്കാൻ അനുവദിക്കരുത്. ഈ പ്രാവശ്യം തെറ്റാതെ എല്ലാവരും ചെന്ന് BJP ആണ്, NDA ആണ്, മറ്റാണെന്ന് നോക്കണ്ട. അവരെന്താ ചെയ്യുന്നത് നോക്ക്. ഈ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന, BJPന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന 2 കാൻഡിഡേറ്റും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും കാൻഡിഡേറ്റ് ആണോ? അവർ കാൾ മാർക്സിൻ്റെ കാൻഡിഡേറ്റ് ആണോ? മഹാത്മാഗാന്ധിൻ്റെ കാൻഡിഡേറ്റ് ആണോ? അല്ലല്ലോ. മുഹമ്മദ് നബിയായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഹിന്ദുവിനും ക്രിസ്ത്യനും. അപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സിനാണ് ഇതുവരെ വോട്ട് ചെയ്തതെങ്കിൽ കോൺഗ്രസ്സുകാരോട് പറയണം ഒരു യഥാർത്ഥ കോൺഗ്രസ് കാൻഡിഡേറ്റിനെ നിർത്താൻ. നിങ്ങൾ ഇതുവരെയും കമ്മ്യൂണിസ്റ്റിനാണ് വോട്ട് ചെയ്തതെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോട് പറയണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ നിർത്ത്, എന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യാം. ഈ വോട്ട് കിട്ടാനും MLA ആകാനും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചിട്ട് ഇവിടുത്തെ ആ സീറ്റ് പോകുന്നു എന്ന് മാത്രമല്ല, പിന്നെ ബാക്കി വരുന്ന എല്ലാ അഴിമതികളും ഈ പറയുന്ന കാരണം കൊണ്ടാണ് വരുന്നത്. പ്രീണനങ്ങളും ഈ പറയുന്ന കാരണം കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് നടിക്കും. അങ്ങനെ നടിക്കാൻ നമുക്ക് പറ്റില്ല ഇനി. അതുകൊണ്ട് ഒരു യഥാർത്ഥ BJPക്കാരന് വോട്ട് ചെയ്യാം. എന്തായാലും അവൻ BJP ആണെന്ന് പറഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്.
ഈ ആടിൻ്റെ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞിട്ട് IUML ആയാലും INL ആയാലും വർഗീയ പാർട്ടികളാണ്. LDFന് വേണ്ടി നിന്നാലും UDFന് വേണ്ടി നിന്നാലും വർഗീയ ആശയത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇവർക്ക് ആർക്കും കാൾ മാർക്സ് ആയിട്ടും ബന്ധമില്ല, ഗാന്ധിയായിട്ടും ബന്ധമില്ല. ഇങ്ങനെയുള്ളവരെ ഇനി തിരഞ്ഞെടുക്കരുത്. നരേന്ദ്രമോദിജി നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ഇന്ന് 30ഓളം വർഷമായി ഭരണത്തിലാണ്. ആദ്യം ഗുജറാത്തിൻ്റെ CM, പിന്നെ ഭാരതത്തിൻ്റെ PM, ഇനിയും തുടരും. അദ്ദേഹത്തിൻ്റെ പാർട്ടി നേരുള്ള പാർട്ടി, കറപ്ഷൻ ഇല്ലാത്ത പാർട്ടി, ടെററിസത്തെ സപ്പോർട്ട് ചെയ്യാത്ത പാർട്ടി, പ്രീണന രാഷ്ട്രീയമില്ലാത്ത പാർട്ടി, റനീഷിൻ്റെ പാർട്ടി. BJPക്ക് തന്നെ നേരെ ചൊവ്വ പോയി വോട്ട് ചെയ്യാം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.